മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. പുച്ചിസ്റ്റ് ഗണേഷ് കുമാർ വീണ്ടും രംഗത്തെത്തിയിട്ട് സുരേഷ് ഗോപിയെ അനാവശ്യമായിട്ട് ചൊറിഞ്ഞിട്ടുണ്ട്. എന്ത് കിട്ടിയാലും ചില ആളുകൾക്ക് തീരെ അങ്ങോട്ട് മതിയാവൂല, വീണ്ടും വീണ്ടും ചൊറിഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സുരേഷ് ഗോപിക്കെതിരെ ഗണേഷ് കുമാർ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അല്ല, ഒന്നൊന്നര മറുപടി. ഗണേഷ് കുമാറിനെ യഥാർത്ഥത്തിൽ അടിവേരറുത്ത് വെട്ടിയിട്ടതുപോലെ ഒന്നൊന്നര മറുപടിയാണ് ഗണേഷ് കുമാറിന് കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഗണേഷ് കുമാർ എന്താണ് ഉളുപ്പില്ലാതെ വിളിച്ചു പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. കേട്ടു. എല്ലാവിധ നന്മകളും തരുന്നു. സുരേഷും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് വരികയാണ്. സുരേഷിനോട് നന്ദി പറയുന്നു. അഭിവന്ദ്യ ഗവർണർ, അദ്ദേഹവും ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. അദ്ദേഹത്തെയും നമ്മൾ ആദരവോടെ സ്വീകരിക്കുകയാണ്. നിങ്ങൾ കേട്ടില്ലേ? അതായത് സുരേഷ് ഗോപി ആദ്യമായിട്ടാണ് പത്തനാപുരത്ത് വരുന്നത് എന്ന് പറഞ്ഞ്, അതായത് മന്ത്രിയൊക്കെ ആയിട്ട്, ഒരു ജനപ്രതിനിധി കേന്ദ്രമന്ത്രിയൊക്കെ ആയിട്ട് ഉള്ള ഒരാള് കാണുന്നില്ല കേൾക്കുന്നില്ല എന്നൊരു പ്രതീതി സൃഷ്ടിക്കുക എന്നുള്ളതാ ഉദ്ദേശിച്ച് പത്തനാപുരം ആദ്യമായിട്ട് കാണുകയാണെന്ന്, ഇതുവരെ കണ്ടിട്ടേ ഇല്ല എന്നാണ് വിളിച്ചത്. അതായത് ഏതൊരു സമയം കിട്ടിയാലും സുരേഷ് ഗോപി സ്റ്റേജിലാണെങ്കിലും ഇനി സുരേഷ് ഗോപി എവിടെ ഇല്ലെങ്കിലും ചാടി വീണ്. ഇതൊരു ശൈലിയായിപ്പോ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെ വിളിച്ചു പറഞ്ഞ് നിരന്തരം രംഗത്തെത്തുന്നത്? സകല ജിഹാദി വോട്ടും കിട്ടണം, സകല മൗദൂദി വോട്ടും കിട്ടണം. അത് സുരേഷ് ഗോപിക്കെതിരെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ വലിയൊരു ഗുണമുണ്ടല്ലോ. മൗദൂദി ചാനല് ഈ അടുപ്പ് കൂട്ടി ഇരുന്നിട്ട് ഓ ഗണേഷ് കുമാർ പൊളിയാണ്, ഒരു മരമൊണ്ണകൾ ഇരുന്ന ചർച്ച ചെയ്യാം. അപ്പൊ മറ്റൊരു പൊട്ടത്തരം വിളിച്ചു പറയുന്നവന് വേണ്ടി അങ്ങ് കൈയടിക്കവര്. അത് ഗണേശിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് എത്ര കിട്ടിയാലും വീണ്ടും വീണ്ടും പോയിട്ട് സുരേഷ് ഗോപിയെ ചൊറിയാൻ നിൽക്കുന്നത്. ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയുന്നുണ്ട്. ഈ ഗണേഷ് കുമാറിന്റെ നന്ദികേടിനെ കുറിച്ച് സുരേഷ് ഗോപി കൊടുത്ത മറുപടി, അത് കേട്ട് കഴിഞ്ഞാൽ എജ്ജാതി മറുപടിയാ കൊടുത്തത് എന്നുള്ളത് സകല ബോധമുള്ള മലയാളികൾക്കും മനസ്സിലാവും. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. ബഹുമാന്യനായ ശ്രീ കെ വി ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ആദ്യമായിട്ടല്ല പത്തനാപുരത്ത് വരുന്നത്. പത്തനാപുരത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ. ഞാൻ പത്തനാപുരത്ത് വന്നത് ഗണേഷ് കുമാർ എന്തായാലും ഓർക്കണം. കാരണം അദ്ദേഹം ആദ്യം ഇലക്ഷന് നിന്ന സമയത്ത് ഏതാണ്ട് 4-5 വേദികളിൽ അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടുള്ളത് സ്നേഹപുരസരം ഓർക്കം. ഞാൻ വന്ന വേദിയിൽ നട്ടുച്ചയ്ക്ക് റോഡ് സൈഡില് ഉമ്മൻചാണ്ടി സാറും വന്ന അതേ വേദിയിൽ വന്ന് വോട്ട് അഭ്യർത്ഥിച്ച് പോയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്, പരമാർത്ഥമാണ്. രണ്ടാമത്തെ തവണ നിൽക്കുമ്പോഴും ഞാൻ വന്ന് ഗണേശനുമായിട്ട് ഗണേശന്റെ ഓഫീസ് ഉൾക്കൊണ്ടിരുന്ന ഒരു വീട്ടിൽ നിന്ന്, അതും ഏതാണ്ട് നട്ടുച്ച സമയത്താണ്, ഒരു ഓപ്പൺ ജീപ്പിൽ കയറി നിന്ന് റോഡ് ഷോയ്ക്ക് പോയതും ഞാൻ നല്ലതുപോലെ ഓർക്കുന്നുണ്ട്. ഗണേശ് മറന്നതല്ല. ഈ എല്ലാ കാര്യവും തമാശ രൂപേണ പറയുന്നത് പോലെ ഇതും ഒരു തമാശ പോലെ അങ്ങ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല. നിങ്ങൾ കേട്ടില്ലേ? എജ്ജാതി മറുപടിയാ. ഇതിനും നല്ലത് ഗണേശനെ പിടിച്ച് മോന്തക്ക് 2 എണ്ണം കൊടുക്കുന്നതായിരുന്നു. അതാണെങ്കിൽ ഇത്ര അപമാനം ഈ പറയുന്ന ഗണേശന് വരൂലായിരുന്നു. ഇത് എജ്ജാതി മറുപടിയായി കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ഇയാള് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തായിരുന്നു, ഇപ്പോഴാണ് LDF-ലേക്ക് എത്തിയത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ആളാണ് എന്നുള്ളത് വ്യക്തമായിട്ട് സുരേഷ് ഗോപി എടുത്ത് മുന്നോട്ട് വെക്കുന്നു. മറ്റൊന്ന്, കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നു, നന്ദിയില്ലാത്ത ആളുകളെ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഈ പറയുന്ന ഗണേഷ് കുമാർ എന്നല്ലേ പച്ചക്ക് വിളിച്ചു പറഞ്ഞത്. ഏതായാലും മറ്റേ മോനെ എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് സുരേഷ് ഗോപിയുടെ സ്ഥിരം ശൈലിയിൽ ഒരു മറുപടി കൊടുത്താൽ ഗണേഷ് കുമാറിന് എടുക്കാനുണ്ടാവില്ല. അപ്പൊ ഒരു സമാധാന രീതിയിൽ വളരെ വലിയ പരിഹാസ രൂപേണ, എന്നാൽ അത് അവസാനിക്കുമ്പോ അതങ്ങനെ കണ്ടാ മതി, അതിന് പ്രത്യേകിച്ചൊരു മറുപടി കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗണേശിന്റെ അടിവേരങ്ങ് വെട്ടിയിട്ടുണ്ട്. ജാതി മറുപടി. നന്ദിയില്ലാത്ത ആളുകൾ എന്നൊക്കെ ഇത്തരം ആളുകളെ കുറിച്ചല്ലേ ബോധമുള്ള ആളുകൾ നിരന്തരം പറയാറുള്ളത്. നിരവധി, ആദ്യമായിട്ട് ഗണേഷ് കുമാർ മത്സരിച്ച സമയത്ത് നിരവധി തവണ സുരേഷ് ഗോപി വന്നിരുന്നു, ഗണേഷ് കുമാറിന് വോട്ട് വാങ്ങിയിരുന്നു, ഗണേഷ് കുമാറിന് വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയുള്ള വേദിയിൽ പോലും എത്ര സുന്ദരമായിട്ടാണ് സുരേഷ് ഗോപി ആ മറുപടി കൊടുത്തിട്ടുള്ളത്. ഈ ഗണേഷ് കുമാറിന് ഒരു പ്രത്യേക പ്രശ്നമുണ്ട്. അതായത് ഒരു തന്നേക്കാൾ കൊള്ളാമെന്ന് തോന്നുന്ന ആരെയും ഗണേശ് വെറുതെ വിടൂല, ചൊറിഞ്ഞോണ്ടിരിക്കും.
വെപ്രാള തന്നേക്കാൾ ഇമേജ് ആ ആൾക്കാണല്ലോ. അത് ഏത് വിധേനയും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രപ്പാടാ, അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാ. സാധാരണ ഇങ്ങനെ കൊട്ടിപ്പോയായിരുന്നു, എടുക്ക് ചാണ്ടിയുമ്മരെ പോയി കൊട്ടും, അല്ലെങ്കിൽ കാണുന്ന ആരെയും കൊട്ടും അങ്ങനെ ഇന്ന ആളുകളൊന്നുമില്ല. പക്ഷേ സുരേഷ് ഗോപിക്കെതിരെ മുട്ടുമ്പോഴാണ് നന്നായിട്ട് കിട്ടുക. ഈ കിട്ടുന്ന സമയത്ത് കുറച്ച് കാലത്തേക്ക് ഇനി സമാധാനം ഉണ്ടാവും. ഇനി ചാടി വീണൊന്നായിട്ട് വരൂല. ഇപ്പൊ ഈ അടുത്തൊരു ചാനലിൽ പോയിട്ട് ഇരുന്നിട്ടും സുരേഷ് ഗോപി അങ്ങനെയാണ്, വേഗം ദേഷ്യം പിടിക്കും. ഇപ്പൊ ഒരു ദേഷ്യവുമില്ലാതെ ഈ ഗണേശ് കൊടുത്തത് നിങ്ങൾ കേട്ടില്ലേ? സുരേഷ് ഗോപിയൊക്കെ കേരളത്തിന്റെ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിക്കഴിഞ്ഞു. ഈ സുരേഷ് ഗോപി വിരുദ്ധ ഒരു സംവിധാനം കേരളത്തിലുണ്ട് എന്നൊക്കെ കരുതി അവരുടെ സകല വോട്ടും പിടിക്കാനാണ് ഗണേശൻ ഈ അവസാന ഇലക്ഷൻ സമയത്തൊക്കെ പരമാവധി സുരേഷ് ഗോപി ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നത്. സകല ഇത്തരം പൊളിറ്റീഷ്യൻസിനോട്, ഇത്തരം ഗണേഷ് കുമാർമാരോടൊക്കെ പറയാനുള്ളത്, കേരളമൊക്കെ വലിയ മാറ്റമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കരുതുന്നത് പോലെ ഇപ്പൊ സുരേഷ് ഗോപിക്കൊന്നും വലിയ രീതിയിലുള്ള ഒരു എതിർപ്പും കേരള ജനതയ്ക്ക് ഇടയിൽ ഇല്ല. സ്വീകാര്യത കൂടിയിട്ടേ ഉള്ളൂ. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിരവധി ഇലക്ഷനുകളിൽ മത്സരിച്ച് പരാജയപ്പെട്ട് പിന്നീടാണ് സുരേഷ് ഗോപി വിജയിച്ചിട്ടുള്ളത്. അതായത് പടിയായിട്ട് സുരേഷ് ഗോപി എന്താണ് എന്ന് മലയാളികൾ, പ്രത്യേകിച്ച് തൃശ്ശൂരുകാര് മനസ്സിലാക്കി 3,00,000-ലധികം വോട്ട് നേടിയാണ്, ഭൂരിപക്ഷം നേടിയാണ് സുരേഷ് ഗോപി വിജയിച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതു മുതൽ കൃത്യമായിട്ട് തൃശ്ശൂരിന് പുറത്തേക്കും വലിയ രീതിയിൽ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിക്കഴിഞ്ഞു. ഈ പണ്ടുള്ളതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ഇവിടെ സകലരെയും വോട്ട് വാങ്ങുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഗണേശ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഈ അസൂയായിട്ട് നടക്കുക എന്നല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താലേ ഇനി ആളുകൾ കൈയടിക്കൂ. ഇനി ഗണേശന് സുരേഷ് ഗോപിയെ തെറി വിളിച്ചാൽ, സുരേഷ് ഗോപിക്കെതിരെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ കൈയടിക്കാൻ കേരളത്തിലെ മൗദൂദികളും ജിഹാദികളും മാത്രമേ ഉണ്ടാവും, സുഡാപ്പികളും ഉണ്ടാവും. വേറൊരു ബോധമുള്ള ഒരു മലയാളിയും ഗണേശനൊന്നും കൈയടിക്കാൻ ഉണ്ടാവൂല. സുരേഷ് ഗോപിയെ ചൊറിയുന്ന സകലരോടും പറയാനുള്ളത്, ഇനി നിങ്ങളൊക്കെ സുരേഷ് ഗോപിയെ ചൊറിയുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ കൈയടിക്കാൻ മൗദൂദികൾ, ജിഹാദികൾ, സുഡാപ്പികൾ, കേരളത്തിന്റെ നാശമായിട്ടുള്ള ഇത്തരം ആളുകളല്ലാതെ ബോധമുള്ള ഓരോ മലയാളിയും ഗണേശ ഇനിയൊന്നും സുരേഷ് ഗോപിയെ ചൊറിഞ്ഞാൽ കൈയടിക്കൂല. പിന്നെ കമ്മികൾ സ്വാഭാവികമായിട്ടുണ്ടാവും, കൊങ്ങികളുണ്ടാവും. ഇതിലപ്പുറം ഒരാൾ ബോധമുള്ള കേരളത്തിലെ നിഷ്പക്ഷ സമൂഹം സുരേഷ് ഗോപിക്കൊപ്പം അണിചേർന്നു കഴിഞ്ഞു. അദ്ദേഹം അതുപോലെ നന്മ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടതും വലതും 65 വർഷക്കാലം ഭരിച്ചിട്ട് കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത കാര്യങ്ങൾ തന്നെയാണ് സുരേഷ് ഗോപി കേരളത്തിലേക്ക് എത്തിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയാ. ഗണേശ ഏറ്റവും ഒടുവിലും സുരേഷ് ഗോപിയോട് നന്നായിട്ട് വയറ് നിറച്ച് വാങ്ങി തന്നെയാണല്ലോ ഈ വിഷയവും തീരുന്നത്. ഇനിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ മാന്യമായിട്ട് എന്തിനാണ് സുരേഷ് ഗോപിക്ക് പിന്നാലെ ഇങ്ങനെ ചൊറിയാൻ നിൽക്കുന്നത്? പിന്നെ പരമാവധി ഗണേശൊക്കെ ചൊറിയണം. എത്ര ചൊറിഞ്ഞാലും തിരിച്ചെത്ര വേണമെങ്കിലും തരാൻ സുരേഷ് ഗോപി തയ്യാറാണ് എന്നുള്ളതും ഗണേശൻ അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.